ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ മാംഗ്ലൂരൊക്കെ ഒരു വൺ ഡേ ഞങ്ങൾ ഔട്ടിങ്ങിന് പോയിരുന്ന അതിൻ്റെ വീഡിയോ ആണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, അങ്ങനെ ഒരു വ്ളോഗായിട്ടൊന്നും എടുത്തിട്ടില്ല. ഉള്ള വീഡിയോസ് എല്ലാം കൂടിയിട്ട് ഒരു വ്ളോഗായിട്ട് ഇടുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഞങ്ങൾ വന്നിട്ടുള്ളത് പീലിക്കുളം ബയോളജിക്കൽ പാർക്കിലേക്കാണ്. ഇവിടെ ഞങ്ങൾ മുമ്പ് നമ്മൾ വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊരു വർഷമായി, പക്ഷേ വീഡിയോ ഞാൻ എടുത്തിട്ടാണ് ഇട്ടത്. അപ്പോൾ അത് ഒരു കുഞ്ഞു സൂ തന്നെയാണ്. അത്യാവശ്യം എല്ലാ മൃഗങ്ങളെല്ലാം ഉണ്ട്. പിള്ളേരെയും കൊണ്ടുവരാൻ പറ്റിയ സ്ഥലമാണ്. അവർക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ, അവർക്കിപ്പോൾ മൃഗങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈമാണ്. സൈനിനാണെങ്കിലും ആദമിനാണെങ്കിലും സവാദൊക്കെ നിഷാനിക്കാണെങ്കിലും ഇഷ്ടമാണ് ഇങ്ങനെ സൂവിലൊക്കെ വരാനെല്ലാം. അപ്പോൾ ഓർക്ക് മക്കളെയും കൊണ്ടൊക്കെ വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. നടക്കാനാണെങ്കിലും നല്ല സ്പേസ് ഉണ്ട്, നല്ല രസമുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം സ്ട്രോളറൊക്കെ കൊണ്ടാണ് വന്നത്, ആദമിനെ ഇരുത്തിയിട്ട് കൊണ്ടുപോകാനെല്ലായിട്ട്. പക്ഷേ ഇതിൽ ആദമ വലുതായില്ല, അവന് നടക്കാനെല്ലാം തുടങ്ങിയോണ്ട് ഓന് നടന്നിട്ട് തന്നെയാണ് അധികം ഇത് കണ്ടത്. ഓനിക്ക് നടക്കുന്ന ഇഷ്ടമുണ്ടായിട്ട് അതുകൊണ്ട് ഫുൾ ടൈം നടന്ന് തന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നത്. ഉപ്പ, ഉമ്മ, ഞാൻ, മക്കൾ, ബൽക്കി, അളിയ മക്കൾ, കബീർ, വൈഫ്, കുഞ്ഞ്, അങ്ങനെ ഞങ്ങൾ എല്ലാവരായിട്ടാണ് വന്നത്. അനിയൻ്റെ നാട്ടിൽ വന്ന സമയത്തായിരുന്നു ഇങ്ങനെ ട്രിപ്പ് വന്നത്. കഴിഞ്ഞ വർഷം അനിയനെ വന്നിട്ട് നമ്മൾ ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. മാംഗ്ലൂർ വന്നിട്ടുണ്ടായിരുന്നു, മടിക്കേരി, അങ്ങനെ കുറേ ട്രിപ്പ് ഉണ്ടായിരുന്നു. ഊട്ടി, മൈസൂർ, എല്ലാത്തിൻ്റെയും ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലി ആയിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഔട്ടിങ് തന്നെയായിരുന്നു ഇത്. രണ്ടാളെയും പഠിച്ചിട്ടൊരു ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ അതുമ്മ നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, അതുമ്മ ഫുള്ള് നടക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഓനെ നടക്കാൻ വിട്ട്. നടത്തുന്ന പറയുന്നില്ല, ഓട്ടാണ്, ഫുള്ള് ഓടുന്നത്. അപ്പോൾ നമുക്ക് പേടിയാണ് വീണോണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബാക്കിൽ തന്നെ പോകണോൻ്റെ. പക്ഷെ ഓനെ എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല. അധികം ഓന് നടന്നിട്ട് നല്ലോണം എൻജോയ് ചെയ്ത്, നടന്നിട്ടും പാഞ്ഞിട്ടെല്ലാം നല്ലോണം എൻജോയ് ചെയ്ത്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ആദ്യം 5 മാസത്തെ കുഞ്ഞായിരുന്നു. ഇപ്പോൾ ഓനിതെല്ലാം കാണാനും എൻജോയ് ചെയ്യാനെല്ലാം തുടങ്ങി. സെയിനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ആനിമൽസ്. അപ്പം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സൂവിൽ പോകാൻ, ആനിമൽസിനെ കാണാൻ പോകാമെന്ന്. അപ്പോൾ എല്ലാം കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് സെയിന്. ആദമിന് ഏറ്റവും അറ്റാച്ച്മെൻറ്റ് എൻ്റെ ഉപ്പാനോടാണ്. ഉപ്പാനെ ഭയങ്കര ഇഷ്ടമാണ്. ചെറുതിലെ ഉപ്പപ്പാന്ന് വിളിക്കാൻ തുടങ്ങി. ഉപ്പപ്പ എന്ന് പറഞ്ഞ് ഫുൾ ടൈം ഉപ്പാൻ്റെ ഒക്കെ തന്നെ ഉണ്ടാവും. ഉപ്പാക്കും ഭയങ്കര കാര്യമാണ് അവനെ. അധികം ചൂടൊന്നുമില്ലാത്ത നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നടക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. നല്ല രസമുണ്ടായിന്. ഉപ്പപ്പാവും മാമാവും കൂടിയിട്ട് പുള്ളിയൊക്കെ എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ കാസർഗോഡ് ഉപ്പപ്പ മാമ എന്ന് പറയൽ ഗ്രാൻഡ് ഫാദറിനെയും ഗ്രാൻഡ് മദറിനെയും. ഗ്രാൻഡ് ചിൽഡ്രൻസിനെ പേരക്കുട്ടികളെ പുള്ളിയക്കൾ എന്ന് പറയൽ, പുള്ളിയോ എന്നൊക്കെ പറയൽ. അപ്പം അങ്ങനെയല്ല, അങ്ങനെ എല്ലാം കൊണ്ട് നല്ലൊരു അടിപൊളി യാത്ര തന്നെയായിരുന്നു. നല്ലൊരു അടിപൊളി ഔട്ടിംഗ് ആയിരുന്നു. വൺ ഡേ ആയിരുന്നു കേട്ടോ. രാവിലെ വന്നിട്ട് രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചു പോയി അങ്ങനെ വന്നതായിരുന്നു. ഒരു 2-3 ദിവസത്തെ ട്രിപ്പ് ഒന്നും പോകാൻ സമയം ഉണ്ടായിട്ട് അനിയന് അത്ര ലീവ് ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ദിവസത്തേക്ക് വന്നതാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഫുഡ് എന്ന് പറയാനില്ല കേട്ടോ, ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. മാംഗ്ലൂർ എത്തിപ്പാട് കഴിച്ചിട്ടാണ് യാത്ര തുടങ്ങിയത്. വൈകുന്നേരത്തെ ചായ കുടിക്കാനായിട്ട് അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു പഴയ രീതിയിൽ ഉണ്ടാക്കിയ നല്ല രസമുള്ളൊരു ഹോട്ടലായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത് ഫോറം മാളിലേക്കാണ്. വൈകുന്നേരം ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് രാത്രിയത്തെ ഫുഡ് ഇടുന്ന് കഴിച്ചിട്ട് പോകാനാണ് പ്ലാന്. മാളിൽ കുറച്ച് സമയം നടന്നിട്ടൊക്കെ എല്ലാം കണ്ട്, കുറച്ച് ഇരുന്നിട്ടും ഇരിക്കാനെല്ലാം സൗകര്യം ഉണ്ടല്ലോ, നല്ല രസമാണല്ലോ മാളിലൊക്കെ കറങ്ങാനെല്ലാം. അങ്ങനെ എന്ത് ഫുഡ് ഇടുന്നതന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് സമയം അവിടെ ഷോപ്പിലെല്ലാം കയറിയിട്ട് ഇതായി. പിന്നെ ഇവിടെ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റാണിത്. എല്ലാ ഫുഡുള്ള ചൈനീസ് ഉണ്ട്. ഞങ്ങൾ എടുത്തത് പക്ഷേ നമ്മൾ ചിക്കിങ് ആയിരുന്നു എടുത്തത്. ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ചിക്കിങ് എടുത്ത് ഫാമിലിയായിട്ട് ഇങ്ങനെ യാത്ര പോകാനൊക്കെ ഭയങ്കര രസം തന്നെ. റാഷീനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാ യാത്രയിലും റാഷീനെ മിസ് ചെയ്യുന്നുണ്ട്. ഞാനും റാഷിയാണെങ്കിലും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഏകദേശം പുറത്ത് പോകാം, കറങ്ങാം എന്നൊക്കെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എപ്പോഴും പെട്ടെന്ന് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ രണ്ടാളും റെഡി, അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ റാഷീനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് റാഷി വന്നിട്ടും ഇങ്ങനെ വരണമെന്നൊക്കെ ഉണ്ട്, ട്രിപ്പൊക്കെ പോകണമെന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡെല്ലാം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഫ്രൈഡ് ചിക്കൻ, പിസ്സ അങ്ങനെയെല്ലാം മിക്സ് ആക്കിയിട്ട് എടുത്തതാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ചെറിയൊരു ഷോപ്പിങ്ങും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വന്നത്. അപ്പം അത്രയൊക്കെയാണ് വീഡിയോ. ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ ആയിട്ട് എടുത്തതല്ല, ഉള്ള വീഡിയോസ് എല്ലാം കൂടിയിട്ട് വീഡിയോ ആയിട്ട് ഇട്ടതാണ്. ഇതിന് മുമ്പ് ഞാൻ മടിക്കേരി ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. അതും അങ്ങനെ തന്നെയാണ് കേട്ടോ. എൻ്റെ വീഡിയോസ് എല്ലാം കൂടി ഞാനിങ്ങനെ മക്കളൊക്കെ ആയിട്ട് ആകുമ്പോൾ എനിക്കങ്ങനെ വ്ളോഗ് എടുക്കാനും എന്നുള്ള രീതിയില്ല. ആടെയാണെങ്കിൽ എല്ലാം റാശി എടുത്തായിരുന്നു. ഇവിടെയാണെങ്കിൽ ഞാൻ തന്നെ പറ്റുന്ന പോലെ എല്ലാം എടുക്കണം വീഡിയോസ് എല്ലാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എടുത്ത് കുറച്ച് വീഡിയോസ് എല്ലാം കൂടിയിട്ട് വ്ളോഗായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് വീഡിയോസ് ഇടുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഇടയ്ക്കുള്ള വീഡിയോസ് എല്ലാം കൂടിയിട്ട് ഇടുന്നതേ ഉള്ളൂ.
അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.